ഉരുൾപൊട്ടൽ നാശം വിതച്ച കോഴിക്കോട് വിലങ്ങാടിന് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. ജനങ്ങളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിച്ച് നഷ്ടം വിലയിരുത്തിയ ശേഷം പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മേഖലയിൽ ഇന്ന് സന്ദർശനം നടത്തി. വിലങ്ങാട് ദുരന്തത്തിൽ 12 കോടിയിലധികം രൂപയുടെ കൃഷിനാശമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. നിസ്സഹായരായ നാട്ടുകാരുടെ ദുരിതവും പരാതികളും കൃഷിമന്ത്രി നേരിട്ടെത്തി വിലയിരുത്തി. നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന നാശനഷ്ടങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കകത്ത് എങ്ങനെയെല്ലാം നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് കൃഷി വകുപ്പ് പ്രത്യേകമായിട്ട് ആലോചിക്കുന്നതായിരിക്കും. ഈ മേഖലകളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാമാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആലോചിക്കുകയും അതെല്ലാം നടപ്പിലാക്കുകയും ചെയ്യും. കർഷകർക്ക് മതിയായ സമയം കൊടുത്തു തന്നെ അവരുടെ അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടും അതിന് പുറത്തുള്ള പരിശോധന നടത്തിക്കൊണ്ടും യഥാർത്ഥമായ നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. പുറത്തറിഞ്ഞതിലും വലുതാണ് വിലങ്ങാട്ടെ ദുരന്തത്തിന്റെ വ്യാപ്തിയെന്ന് പ്രദേശം സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിലങ്ങാട് ഉണ്ടായിരിക്കുന്ന ദുരന്തം നമ്മളെല്ലാം പുറത്തറിഞ്ഞതിനേക്കാൾ വ്യാപ്തിയുള്ളതാണെന്ന് നേരിട്ട് കണ്ടപ്പോൾ ബോധ്യമായി. വലിയൊരു അപകടത്തിൻ്റെ നിഴലിലാണ് ഇവിടെ ആളുകളെല്ലാവരും ജീവിക്കുന്നത്. ഇത് ഇത്ര ആളപായം ചുരുങ്ങിയത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം അത്ര വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 4 പേരടങ്ങുന്ന വിദഗ്ധ സംഘം അടുത്തയാഴ്ച വിലങ്ങാടെത്തി പഠനം നടത്തും. നാശനഷ്ടങ്ങളുടെ കണക്ക് 2 ദിവസത്തിനകം റവന്യൂ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടർക്ക് കൈമാറും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ദുരിതബാധിതർക്കുള്ള സഹായം തീരുമാനിക്കാനാണ് സാധ്യത. 24 കോഴിക്കോട്.